അഗ്നിരക്ഷാസേന മേധാവി DGP യോഗേഷ് ഗുപ്തയ്ക്കെതിരെ സർക്കാർ ഉന്നതതല അന്വേഷണം ആരംഭിച്ചു. വിജിലൻസ് ഡയറക്ടറായിരിക്കെ ഔദ്യോഗിക പദവി ദുർവിനിയോഗം ചെയ്തു എന്ന ആരോപണത്തിലാണ് ഇപ്പോഴത്തെ അന്വേഷണം. അന്വേഷണ റിപ്പോർട്ട് ചീഫ് സെക്രട്ടറി ഉടൻ നൽകും. സർക്കാർ നടപടിക്കെതിരായ യോഗേഷ് ഗുപ്തയുടെ ഹർജിയിൽ സർക്കാരിനോട് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ മറുപടിയും തേടി. 15-ാം തീയതി കേസ് വീണ്ടും പരിഗണിക്കും. DGP യോഗേഷ് ഗുപ്തയുമായുള്ള പോര് തുടരുന്നതിനിടെയാണ് സർക്കാരിന്റെ പുതിയ നീക്കം. യോഗേഷ് ഗുപ്ത വിജിലൻസ് ഡയറക്ടർ ആയിരുന്ന സമയത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് അന്വേഷണം. ഈ സമയത്ത് സർക്കാർ അനുവാദമില്ലാതെ അന്വേഷണങ്ങൾ നടത്തിയെന്നാണ് കണ്ടെത്തൽ. ഇതുകൂടാതെ അധികാര ദുർവിനിയോഗം നടത്തിയോ എന്നും പരിശോധിക്കുന്നുണ്ട്. അന്വേഷണം സംബന്ധിച്ച റിപ്പോർട്ട് ചീഫ് സെക്രട്ടറി ജയതിലക് ഉടൻ സർക്കാരിന് സമർപ്പിക്കും. KM എബ്രഹാമിന്റെ കേസിലെ ഇടപെടൽ ഉൾപ്പെടെ അന്വേഷണ പരിധിയിൽ വരും. പോലീസ് DGP റവാഡ ചന്ദ്രശേഖറിന് കത്തയച്ചത് അച്ചടക്ക ലംഘനത്തിന്റെ പരിധിയിൽ വരുമോ എന്നും സർക്കാർ പരിശോധിക്കുന്നുണ്ട്. കേന്ദ്രത്തിൽ നിയമനം ലഭിക്കുന്നതിന് സംസ്ഥാന സർക്കാരിൽ നിന്നും വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ വൈകുന്നതിനെതിരെ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ യോഗേഷ് ഗുപ്ത നൽകിയ ഹർജിയിൽ ട്രൈബ്യൂണൽ സർക്കാരിനോട് മറുപടി തേടി. ഈ മാസം 15-ന് കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകാത്തതിന്റെ കാരണം വ്യക്തമാക്കണമെന്ന് ട്രൈബ്യൂണൽ നിർദ്ദേശിച്ചു. പുതിയ സാഹചര്യത്തിൽ വിഷയത്തിലെ സർക്കാർ നിലപാട് നിർണായകമാണ്. റാഫി കരീം, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.